ആ ഭായ്, ഞാൻ നമ്മുടെ വാർഡില് മത്സരിക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നുണ്ടാവല്ലോ, സ്വതന്ത്ര സ്ഥാനാർത്ഥി നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു വിലയേറിയ വോട്ട് ചെയ്യാം. ഞങ്ങൾ വോട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ട് ആളുടെ ഈ കാല് ഒടിഞ്ഞിരുന്നിട്ട് ഇത്ര അടുത്തിരുന്നിരുന്ന ഒരു ആളല്ലേ നിങ്ങളൊക്കെ. എന്നിട്ട് ഇതേവരെ ഞങ്ങളൊന്ന് സഹായിക്കാനോ ഒന്നിനും ഇതേവരെ ആരും കണ്ടില്ലല്ലോ. ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് വോട്ട് ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ തരാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ വോട്ട് ഇല്ല. ഇവിടെ ഈ പ്രാവശ്യം ഞങ്ങൾ വോട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. എനിക്ക് നിങ്ങളോട് പറയാനേ പറ്റുള്ളൂ, വോട്ട് ചെയ്യണോ ചെയ്യണ്ടെന്നൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഞാൻ പോവാ. എന്താ വിനീഷ് അങ്ങനെ പറഞ്ഞേ? എങ്ങനെ പറയാതിരിക്കുക ചേട്ടാ, ഇവിടെ ആള് ഇത്രയും ആക്സിഡന്റ് പറ്റി കാലൊടിഞ്ഞിരുന്നിട്ട് ഈ അയൽവക്കത്ത് എടുക്കുന്ന ആൾക്കാരടക്കം ഒരാളെയും ഞങ്ങൾ കണ്ടില്ലായിരുന്നു. ഈ നാട്ടുകാർ മുഴുവൻ പിരിവിട്ട് ഞങ്ങൾക്ക് ഓരോ സഹായങ്ങൾ ചെയ്തു തരുമ്പോഴും തൊട്ട അയൽവക്കത്ത് കിടക്കുന്ന ആൾക്കാരാ. ഇവരൊരാളും ഈ നേരം വരെ ഞങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെ അവർക്ക് വോട്ട് ചെയ്യുക? അത് മാത്രമല്ല, ഈ പറയുന്ന ഞങ്ങളുടെ അതിർത്തിയിലെ കുറച്ച് തെങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവരുടെ വീടിന്റെ പുറത്തേക്ക് തേങ്ങ വീണു എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാത്ത പ്രശ്നങ്ങളില്ല. എന്നിട്ട് ഞങ്ങൾ അതിർത്തിയിലുള്ള എല്ലാ തെങ്ങും മുറിച്ചാട്ടി കളഞ്ഞ് ഞങ്ങൾക്ക് ഇപ്പൊ ആ ഭാഗത്ത് ഒരു തെങ്ങ് പോലും ഇല്ല. ഇവർക്കൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒരു സഹായം ചെയ്യുക? അപ്പൊ അതാണ് നിങ്ങളുടെ പ്രശ്നം. ഓരോ പ്രാവശ്യം ഒരു നാളികേരം വെച്ച് വീഴുമ്പോ എത്ര ഓട് വീതം പൊട്ടിപ്പോണേന്ന് പറയും. അതേപോലെ എത്ര തവണ സംഭവിച്ചിട്ടുണ്ട്. അയാൾ അതിനുള്ള പൈസ ഒന്നും അയാൾ ചോദിച്ചില്ലല്ലോ. അയാളിപ്പോ തെങ്ങിന്റെ ഒരു ഇത് ബുദ്ധിമുട്ടാണെന്ന് നിങ്ങളോട് പറഞ്ഞു. അത് പോട്ടെ, പിരിവെടുത്തിട്ടാണ് നാട്ടുകാരൊക്കെ കൂടി ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു. അതിൽ ഞങ്ങളും ഉണ്ടായിരുന്നു. ആ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാ? ലിസ്റ്റ് എവിടെയെങ്കിലും ഉണ്ടാവും. ആ ലിസ്റ്റ് എന്തായാലും കണ്ടിട്ടുണ്ടാവല്ലോ. അതെ, കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പൈസ ആരെ തന്നിക്കണേന്ന് നോക്കിയിട്ടുണ്ടാ? അതിലൊരാള് പേര് എഴുതാത്ത ഒരാളുണ്ട്, പേരറിയാത്ത ഒരാളുടെ ഉണ്ട്, ഒരു 50,000 രൂപ. പേര് എഴുതാത്ത തന്ന ഒരാള്. ആ പേരറിയാത്ത ആളറിയോ? ആ പേരറിയാത്ത ആളാണ് നമ്മുടെ സ്ഥാനാർത്ഥി. അല്ല വിനീഷേ, അപ്പൊ 50,000 തന്നത് നമ്മുടെ ദിനേശേട്ടനാണോ? ആ, തൊട്ടടുത്ത് കിടന്നിട്ടും നമ്മളിത് അറിഞ്ഞില്ല അല്ലേ? പേരെഴുതാതെ സഹായിച്ച ഒരുപാട് ലിസ്റ്റുകൾ നമ്മുടെ വാർഡിൽ ഇനിയും പല വീടുകളിലുമുണ്ട്. അവരുടെ മാത്രം വോട്ടുകൾ കിട്ടിയാൽ മതി നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി.